बच्चों, आज हम लाख की चूड़ियाँ नामक पाठ पढ़ाने के लिए जा रही हूँ. ലാക്ക് കി ചൂടിയ എന്ന് പറഞ്ഞാൽ ലാക്ക് എന്ന് വെച്ചാൽ അരക്ക്, ഷെല്ലാക്കിനാണ് പറയുന്നത്. ചൂടിയ വളകൾ, അരക്ക് കൊണ്ടുണ്ടാക്കിയ വളകൾ. ഇത് കാമതാനാഥാണ് ഈ പാഠം രചിച്ചിരിക്കുന്നത്. അദ്ദേഹം യന്ത്രവൽകൃത സമൂഹത്തിൽ കൈത്തൊഴിലുകാരുടെ തൊഴിലില്ലായ്മയെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ പ്രധാന കഥാപാത്രമെന്ന് പറയുന്നത് ഒരു ബദലു ആണ്. ബദലു ഇതിൽ ഒരു വളയുണ്ടാക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. सारे गाँव में बदलू मुझे सबसे अच्छा आदमी लगता था क्योंकि वह मुझे सुंदर सुंदर लाख की गोलियां बनाकर देता था. അപ്പോൾ ലേഖകൻ പറയുവാണ്, എൻ്റെ ഗ്രാമത്തിൽ, ഇപ്പോൾ ലേഖകൻ്റെ കുട്ടിക്കാലത്തെ കാര്യമാണ് ഇതിൽ തുടക്കത്തിൽ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ ഗ്രാമത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ബദലു ആണ്. എന്തുകൊണ്ടാണ്? എനിക്ക് അദ്ദേഹം സുന്ദരമായ ലാഖ് കൊണ്ടുള്ള ഗോലികൾ ഉണ്ടാക്കി തരും. मुझे अपने मामा के गांव जाने के सबसे बड़ा चाव यही था कि जब मैं वहाँ से लौटता था तो मेरे पास ढेर सारी गोलियां होती, रंग बिरंगी गोलियां जो किसी भी बच्चे का मन मोह ले. എനിക്ക് എൻ്റെ മാമൻ്റെ വീട്ടിൽ, അങ്കിളിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അങ്കിളിൻ്റെ ഗ്രാമത്തിൽ പോകാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം, ചാവ് മീൻസ് ഇഷ്ടം എന്താണെന്നാൽ അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത്, തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഠേർ സാരി ഗോലിയാ ഹോത്തി, ഒരു കൂമ്പാരം ഗോലികൾ കാണും, പല വർണ്ണങ്ങളിലുള്ള ഗോലികൾ. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? ഗോലികൾ കളിക്കുന്നതാണ്. പണ്ട് കാലത്ത് ഏറ്റവും അധികം ആൺകുട്ടികൾ കളിച്ചിരുന്നത് ഗോലികളാണ്. അപ്പോൾ അതാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. കിസിഫി ബച്ചേക്ക മൻമോഹലെയും, ആ ഗോലികളെന്ന് പറയുന്ന ഏത് കുട്ടികളെയും മനസ്സിനെ ആകർഷിപ്പിക്കുന്നതായിരിക്കും. वैसे तो मेरे मामा के गाँव का होने के कारण मुझे बदलू को बदलू मामा कहना चाहिए था, परंतु मैं मुझसे बदलू मामा ना कहकर बदलू काका कहा करता था, जैसा कि गाँव के सभी बच्चे उसे कहा करते थे. അപ്പം ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിൽ പോകുമ്പോൾ മാമനെ വിളിക്കുന്നത് പോലെ തന്നെ ബദലു മാമ എന്ന് വിളിക്കണം. പക്ഷേ ഞാൻ എന്ത് ചെയ്യില്ല, ബദലു മാമ എന്ന് വിളിക്കുന്നതിന് പകരം ഞാൻ ബദലു കാക്ക എന്നാണ് വിളിക്കുന്നത്. കാക്ക മീൻസ് ചിറ്റപ്പൻ. അപ്പോൾ അങ്ങനെയാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഗ്രാമത്തിലെ എല്ലാ കുട്ടികളും അദ്ദേഹത്തെ ബദലു കാക്ക എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഞാനും അങ്ങനെയാണ് വിളിക്കുന്നത്. ബദലു കാ മക്കാൻ കുച്ച് ഊഞ്ചേ पर बना था. ബദലുവിൻ്റെ വീടെന്ന് പറയുന്നത് കുറച്ച് ഉയരത്തിലാണ്. मकान के सामने बड़ा सा सहन था जिसमें एक पुराना नीम का वृक्ष लगा था. അപ്പോൾ ആ വീടിന് മുന്നിലായിട്ടൊരു വലിയ വേപ്പിൻ്റെ മരം നിൽപ്പുണ്ട്. ഉസിക്ക് നീച്ചെ ബൈഠ്കർ ബദലു അപ്ന കാം കിയാ കർത്താ था. അപ്പോൾ ആ മരച്ചുവട്ടിലിരുന്നാണ് ബദലു തൻ്റെ ജോലി ചെയ്യുന്നത്. ബഗൽ മേ ഫട്ടി ദഹക്തി थी जिसमें वह लाख पिघलाया करता था. തൊട്ടടുത്ത് തന്നെ എന്തുണ്ട്? ഒരു ഫട്ടി ദഹക്കിനാന്ന് വെച്ചാൽ ചൂള എന്ന് പറഞ്ഞാൽ എന്താ? തീയൊക്കെ വിറക് കൂട്ടിയിട്ട് എരിക്കുന്നതിനാണ് ചൂള എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു അടുപ്പ് പോലെ തന്നെയാണ്, വലിയ. അപ്പോൾ അതിലെന്ത് വേണം? ലാക്ക് പിഘലായ കർത്ത. പിഘലാന എന്ന് വെച്ചാൽ എന്താ? ഉരുക്കുക. അതിട്ടാണ് ഈ കോലരക്ക് ഉരുക്കിയെടുക്കുന്നത്. സാമനയൊക്കെ ലക്കടിക്ക് ചൗക്കട്ട് പടി രഹത്തി. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു തടി കൊണ്ടുള്ള ഒരു ചെറിയ കട്ടിൽ പോലെ ഉള്ളതുകൊണ്ട് ചൗക്കട്ട് മീൻസ് എന്താ? ഒരു തടി കൊണ്ടുള്ള 4 കാലുകളുള്ള ഒരു ഇത്. ജിസ്പർ ലാഖ് കെ മുലായം ഹോനെ पर वह उसे सलाख के समान पतला करके चूड़ी का आकार देता था. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഉരുക്കിയ കോലരക്ക് സോഫ്റ്റ് ആക്കിയിട്ട് അതിൽ എന്ത് ചെയ്യും? ഉസെ സലാഖ് കെ സമാൻ, സലാഖ് എന്ന് പറഞ്ഞാൽ ചെറിയ കമ്പി പോലെ ആക്കി പതലാക്കർക്ക് അതിൻ്റെ നൈസാക്കിയതിന് ശേഷം എന്ത് ചെയ്യും? ചൂടിയൊക്കെ ആകാർദേത്ത, വളയുടെ ആകൃതി കൊടുക്കും. पास में 4 विभिन्न आकार की बेलनुमा मुंगेरिया रखी रहती जो आगे में कुछ पतली और पीछे से मोटी थी. തൊട്ടടുത്ത് തന്നെ ആയിട്ട് അതിൻ്റെ ആദ്യം
ആദ്യ ഭാഗം മെലിഞ്ഞതും പിന്നീടങ്ങോട്ട് കനമുള്ളതുമായ ഒരുപാട്, അതായത് 4-5-6 പലതരത്തിലുള്ള ബേലന്നുമ മുങ്കേരിയ, എന്താ ഉരുണ്ട തടി കഷ്ണങ്ങൾ, നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലുള്ള ഉരുണ്ട തടി കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട്. ലാക്ക് കി ചൂടിക ആകാർ ദേക്കർ വഹ് ഉനെ മുങ്കേരിയം പർ ചടാക്കർ ഗോൽ ഓർ ചിക്കന ബനാത്ത. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ആകൃതി വരുത്തിയ അരക്ക് ഈ ഉരുണ്ട തടിക്കുള്ളിലേക്ക് കയറ്റിയിട്ട് നല്ല ഗോളാകൃതിയിൽ, വളയുടെ ആകൃതിയിൽ, അതുപോലെ നല്ല മിനുസപ്പെടുത്തിയും എടുക്കും. തബ കേക്ക് കർ പൂരെ ഹാത്ത് കി ചൂടിയാമ്പന, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൈകളിലിടുന്ന വളയാക്കി മാറ്റും. അതിനുശേഷം ചുക്നേക്കെ പശ്ചാത്ത, അതിനുശേഷം വഹു ഉൻപർ രംഗ് കർത്ത, അതിനുശേഷം എന്ത് ചെയ്യും, അതിന് നിറം കൊടുക്കും. ബദലു യഹ് കാര്യ സദാഹി ഏക്ക് മച്ചിയെ पर बैठ कर किया करता था. ബദലു എപ്പോഴും ഒരു മച്ചിയ മീൻസ് സ്മോൾ ബെഡ്, ഒരു സ്മോൾ ബെഡിലിരുന്നാണ്, കട്ടിലിരുന്നാണ് ഇത് ചെയ്യുന്നത്. ജോ ബഹുത്ത് ഹി പുരാനി തി, അത് വളരെ പഴയതാണ്. ബഗൽ മേ ഹി ഉസ്ക ഹുക്ക രഖാ രഹത്ത, അടുത്ത് തന്നെ, ബഗൽ മീൻസ് പാസ്, അടുത്ത് തന്നെ അദ്ദേഹത്തിന് ഒരു ഹുക്ക വെച്ചിട്ടുണ്ട്. ഹുക്ക എന്ന് പറഞ്ഞാൽ പുക വലിക്കുന്നതാണ്, വലിയൊരു കുഴൽ പോലുള്ളത്. അപ്പോൾ ഇത് ജിസെ വഹ് ബീച്ച് മേം പീത്ത രഹത്ത, അതെന്ത് ചെയ്യും, എന്നിട്ട് ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് ഇങ്ങനെ പുക വലിക്കും. ഗാവുമേ മേര ദോപഹർക്ക സമയ അധികതർ ബദലൂക്കെ പാസ് ബീത്ത, ഗ്രാമത്തിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ദോപഹർക്ക സമയം, മധ്യാഹ്ന സമയത്ത് മിക്കപ്പോഴും ഞാൻ ബദലുവിനോടൊപ്പമാണ് ചിലവഴിക്കുന്നത്. വഹുമുച്ചേ ലലാ കഹ കർത്ത, അദ്ദേഹം എന്നെ ലലാ മോനെ എന്നാണ് വിളിക്കുന്നത്. ഓർ മേര പഹുഞ്ചത്തെ ഹി മേരെ ലിയെ തുരന്ത് ഏക്ക് മച്ചിയ മാങ് ദേത്ത, ഞാൻ ചെന്നാലുടൻ എനിക്കും അദ്ദേഹം ഒരു മച്ചിയ ഇരിക്കാനായിട്ട് തരുമേ. ഖണ്ഡവും വൈട്ടെ ഉസേ ഇസ് പ്രകാർ ചൂടിയാൻ ബനാത്തെ ദേഖ്തരഹത്ത, ഞാനിങ്ങനെ മണിക്കൂറുകളോളം അവിടെ ഇരുന്ന് വളകൾ ഉണ്ടാക്കുന്നത് കാണാം. ലക് ഫഗ് റോസ് ഹി വഹ് ചേ ചാർ ചേ ജോഡെ ചൂടിയാൻ ബനാത്ത, അങ്ങനെ ഏകദേശം ദിവസവും അദ്ദേഹം ഒരു 4-5 ജോഡി വളകൾ ഉണ്ടാക്കും. പൂരാ ജോഡ ബനാലേനെ പർ വഹൂസെ ബേലൻ പർ ചടാക്കർ കുച്ച് ക്ഷണ് ചുപ്ചാപ് ദേഖ്ത, എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ഈ ഉരുണ്ട തടിയിൽ ഇത് കയറ്റിയിട്ട് കുറച്ച് നേരം, ക്ഷണ് മീൻസ് നിമിഷങ്ങൾ, ചുപ്ചാപ് ദേഖ്ത മിണ്ടാതിരുന്ന് അത് നോക്കിക്കൊണ്ടിരിക്കും. വഹ് ബേലന്ന ഹോക്കർ കിസി നവവധു കി കലായി ഹോ, അത് ഏതോ നവവധുവിൻ്റെ ഒരു മണവാട്ടി പെണ്ണിൻ്റെ കൈയാണ്. കലായി മീൻസ് എന്താ, റിസ്റ്റ്, കൈത്തണ്ടയാണോ എന്ന് തോന്നിപ്പോയി ഇദ്ദേഹം ഇങ്ങനെ ആ ബേലനെ നോക്കിയിരിക്കുന്ന കണ്ടാൽ. ബദലു മണിഹാർദ, മണിഹാർ എന്ന് വെച്ചാൽ ആരാണ്, വളയുണ്ടാക്കുന്ന ആളിനെയാണ് മണിഹാർ എന്ന് പറയുന്നത്. നമ്മൾ സ്വർണം ഉണ്ടാക്കുന്ന ആൾ സുനാർ എന്ന് പറയുന്ന പോലെ മണിഹാർ വളയുണ്ടാക്കുന്ന ആൾ. ചുടിയാൻ ബനാന ഉസ്ക പൈതൃക പേശാത, വളയുണ്ടാക്കുക എന്നതാണ് അവരുടെ പരമ്പരാഗതമായ തൊഴിൽ. പേശ എന്ന് വെച്ചാൽ തൊഴിൽ, പൈതൃക പാരമ്പര്യം. ഓർ വാസ്തവമേ വഹു ബഹുത്ത് ഹി സുന്ദർ ചൂടിയാൻ ബനാത്ത, നല്ല വളരെ മനോഹരമായ വളകളാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത്. ഉസ്കി ബനായി ഹുയി ചൂടിയോങ്കി ഖബത് ഫി ബഹുത്ത് തി, അദ്ദേഹം ഉണ്ടാക്കുന്ന വളകൾക്ക് നല്ല വിൽപ്പനയുമുണ്ട്. ഖബത് മീൻസ് സെല്ലിംഗ്. ഉസ് ഗാവുമേൻ തോ സഫി സ്ത്രീയാ ഉസ്കി ബനായി ഹുയി ചൂടിയാൻ പഹൻതി തി, ആ ഗ്രാമത്തിലെ മിക്ക സ്ത്രീകളും അദ്ദേഹം ഉണ്ടാക്കുന്ന വളകളാണ് ധരിക്കുന്നത്. ആസ്പാസ് കെ ഗാവോങ്കെ ലോഗ് ഫ്യൂസ് ചൂടിയാൻ ലേ ജാത്തേ ദേ, പരിസരത്തുള്ള സമീപത്തെയുള്ള ഗ്രാമത്തിലെ സ്ത്രീകളും അദ്ദേഹത്തിൽ നിന്ന് വളകൾ വാങ്ങിച്ചു കൊണ്ട് പോകാറുണ്ട്. പരന്തു എന്നാൽ വഹ് കഫീഫി ചൂടിയോങ്കോ പൈസേ വേച്ച്താനഥ, എന്നാൽ ഒരിക്കലും അദ്ദേഹം പൈസ വാങ്ങിയല്ല വിൽക്കുന്നത്. ഉസ്ക അഭീതക് വസ്തുവിനിമയിക്കാ തരീക്കാത, അവിടെ ഇപ്പോഴും എന്താണ് വസ്തുവിനിമയം, ബാർട്ടർ സമ്പ്രദായമാണ്. അതായത് ഒരു വസ്തു കൊടുത്ത് മറ്റൊരു വസ്തു വാങ്ങുക എന്നുള്ള, അതാണ് അവിടെ നടക്കുന്നത്. ലോഗ് അനാജ് കെ ബദലെ ഉസസെ ചൂടിയാ ലേ ജാത്തേത്, ആൾക്കാരെന്ത് ചെയ്യും, ധാന്യങ്ങൾ കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ നിന്ന് വള വാങ്ങിക്കും. ബദലു സ്വഭാവസെ ബഹുത്ത് സീധാത, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. മേനെ കഫി ഫ്യൂസെ കിസീസെ ഝഗഡത്തെ നഹീ ദേഖ, ഞാൻ ഒരിക്കൽ പോലും അദ്ദേഹത്തെ വഴക്കുണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഷാദി വിവാഹಕ್ಕೆ അവസരവും പ്രവഹ അവശ്യ സിദ് പകട് ജാത്താത, എന്നാൽ വിവാഹ സമയങ്ങളിലൊക്കെ കുറച്ച് ഷാഡ്യമൊക്കെ, സിദ് മീൻസ് ഷാഡ്യം ഒക്കെ കാണിക്കാറുണ്ട്. ജീവൻ ഫർ ചാഹെ കോയി യൂസസെ മുഫ്ത് ചൂടിയാൻ ലേ ജായേ പരന്തു വിവാഹಕ್ಕೆ അവസർ പ്രവഹ സാരി കസർ നിക്കാലേത്ത,
ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെന്നും പലപ്പോഴും ചിലപ്പോൾ ഫ്രീ ആയിട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുമായിരിക്കും. പക്ഷേ വിവാഹത്തിൻ്റെ കാര്യം വരുമ്പോൾ അങ്ങനെ പറ്റില്ല. എന്താണ്, ആഖിർ സുഹാഗയ്ക്ക് ജോഡേക്ക മഹത്വ ഹി ഓർ ഹോത്താ ഹേ മുച്ചേയ. സുഹാഗ മീൻസ് എന്താ, അത് ഭാഗ്യ ജോഡിയാണെന്നാണ് വിശ്വസിക്കുന്നത്. സുഹാഗയ്ക്ക് ജോഡ ഭാഗ്യ ജോഡി, അതിനൊരു മഹത്വം തന്നെയുണ്ട്. എന്ന് വെച്ചാൽ മുझे याद है मेरे मामा के यहाँ किसी लड़की के विवाह पर जरा सी किसी बात पर बिगड़ गया था और फिर उसको मनाने में लोहे लग गया. എനിക്കിപ്പോഴും ലേഖകൻ പറയണം, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ മാമൻ്റെ വീട്ടിലെ ഒരു കുട്ടിയുടെ കല്യാണത്തിന് എന്തോ കാര്യത്തിൽ കുറച്ച് ബദലുമായിട്ട് പ്രശ്നമുണ്ടായി. പിന്നെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ കുറച്ച് പാടുപെടേണ്ടി വന്നു. മനാനേമേ ലോഹേ ലഗാന്ന് വെച്ചാൽ സമാധാനിപ്പിക്കാൻ, ലോഹേ ലഗാനാന്ന് വെച്ചാൽ ഒരു മുഹാവരയാണ്, समाधानिപ്പിക്കാൻ കുറച്ച് പാടുപെട്ടു. विवाह में ऐसी जोड़े का मूल इतना बढ़ जाता था कि उसके लिए उसकी घर वाले को सारे वस्त्र मिलते, ढेरों अनाज मिलता, उसको अपने लिए एक पगड़ी मिलती और रुपये जो मिलते सोयो अलग. അപ്പം കല്യാണത്തിന് ഇത്രയും ശാഠ്യം പിടിക്കുന്നതിൻ്റെ കാര്യം എന്താണ്, അതിൻ്റെ മഹത്വം എന്താണ് ഇത്രയും വർദ്ധിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവർക്കും ഒരുപാട് വസ്ത്രം കിട്ടും, ഒരുപാട് ധാന്യങ്ങൾ ലഭിക്കും, അദ്ദേഹത്തിന് ധരിക്കാൻ പഗടി ടർബൻ തലപ്പാവ് ലഭിക്കും, പിന്നെ പൈസയാണെങ്കിൽ വേറെ അങ്ങനെയും ലഭിക്കും. यदि संसार में बदलू को किसी बात से छिड़ थी तो वह थी कांच की चूड़ियों से. ഈ ലോകത്തിൽ എന്തിനെങ്കിലും ഉണ്ടെങ്കിലും ബദലുവിന് ദേഷ്യമുണ്ട്. ചിടു മീൻസ് ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഗ്ലാസിൻ്റെ കുപ്പിവളകളോടാണ്. यदि किसी भी स्त्री के हाथों में उसे कांच की चूड़ियाँ दिख जाती तो वह अंदर ही अंदर कुड़ उठता और कभी भी तो दो चार बातें भी सुना देता. ഏതെങ്കിലും സ്ത്രീകളുടെ കൈകളിൽ കുപ്പിവളകൾ കിടക്കുന്ന കണ്ടാൽ ഉടനെ അദ്ദേഹത്തിന് മനസ്സിൽ ദേഷ്യം വരികയും ചിലപ്പോൾ ഒന്ന് രണ്ട് വാക്കുകൾ അവരോട് പറയുകയും ചെയ്യും. മുസ്സേ തോ വഹ് കണ്ടോം ബാത്തേം കിയാ കർത്ത. എന്നോട് അദ്ദേഹം ഒരുപാട് സമയം സംസാരിക്കും. കഫി മേരെ പഠായി കെ ബാരേ മേ പൂച്ച്താ, കഫി മേരെ ഘർ കെ ബാരേ മേ ഓർ കഫി യോം ഹി ഷഹർ കെ ജീവൻ കെ ബാരേ മേ. ചിലപ്പോൾ എൻ്റെ പഠിത്തത്തെക്കുറിച്ചായിരിക്കും, ചിലപ്പോൾ എൻ്റെ വീട്ടിനെ കുറിച്ചായിരിക്കും, ചിലപ്പോൾ ഞാൻ ജീവിക്കുന്ന പട്ടണത്തെക്കുറിച്ചായിരിക്കും. മേ ഉസ്സേ കഹത്താ കി ഷഹർ മേ സബ് കാഞ്ച് കി ചൂടിയാ പഹൻതേ ഹേ. ഞാൻ അദ്ദേഹത്തിനോട് പറയും, ഞങ്ങളുടെ പട്ടണത്തിൽ എല്ലാവരും കുപ്പിവളകളാണ് ധരിക്കുന്നത്. तो वह उत्तर देता, അപ്പോൾ അദ്ദേഹം പറയും എന്താ, ഷഹർ കി ബാത്ത് ഓർ ഹേ ലല വഹ तो सफ़ी कुछ होता है, वहाँ तो औरतें अपने मर्द का हाथ पकड़कर सड़कों पर घूमती भी है और फिर उनकी कलाइयाँ नासु होती है ना, लाख की चूड़ियाँ पहने तो മോഷണ ആജായി. അപ്പോൾ അദ്ദേഹം പറയും, മോനെ പട്ടണത്തിലെ കാര്യം അത് വ്യത്യസ്തമാണ്. അവിടുത്തെ സ്ത്രീകൾ ഇതിൻ്റെ മരദ് മീൻസ് ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ പുരുഷന്മാരുടെ കൈയും പിടിച്ച് റോഡുകളിലൂടെ നടക്കാറുണ്ടല്ലോ. പിന്നെ അവരെ കൈ എന്താ കലായിയ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജസ്റ്റ് നാസു ഹോത്തി ഹേന, മൃദുലമാവില്ലേ, ലാക്കിക്ക് ചൂടിയാൻ ബഹനെന്തോ മോഷണാജായ. അപ്പോൾ അതേസമയം അപ്പോൾ ഈ കരക്ക് കൊണ്ടുള്ള വളയൊക്കെ ധരിച്ച് അവർക്ക് സ്വാതന്ത്ര്യമൊന്നും കിട്ടില്ല. അവർ കൈയും പിടിച്ചൊക്കെ നടക്കുമ്പോൾ ഇതൊക്കെ അതാണ് നല്ലത് എന്നിങ്ങനെ കളിയാക്കൽ പോലെ അദ്ദേഹം പറയാറുണ്ട്. കഫി കഫി ബദലു മേരെ അച്ചി ഹാസിർ ഫി കർത്ത. ചിലപ്പോഴൊക്കെ അദ്ദേഹം എന്നെ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ നോക്കാറുണ്ട്. ജിൻ ദിനോ ഉസ്കി ഗായ് കെ ദൂത്ത് ഹോത്ത വഹ് സദാ മേരെ ലിയെ മലായി ബെചാക്ക് റഗതാത. അപ്പം അദ്ദേഹത്തിൻ്റെ ബദലുവിൻ്റെ വീട്ടിൽ ഒരുപാട് പശുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ പാല് ലഭിക്കുമ്പോൾ എല്ലാ ദിവസവും എന്ത് ചെയ്യും, മലായി ബജാക്കർ പാടയൊക്കെ മാറ്റി നല്ല ഇത് എനിക്ക് തരും. ഓർ ആം കി ഫസൽ മേൻ തോ मैं रोज़ ही उसके यहाँ 2-4 आम खा आता. ഇനി മാമ്പഴം വിളയുന്ന സമയമാണെങ്കിൽ മാവൊക്കെ ഉണ്ട്, അപ്പം അങ്ങനെയാണെങ്കിൽ 3-4 മാമ്പഴം കഴിക്കും. പരന്തു ഇൻ സബ് ബാത്തോങ്കി അതിരിക്ത്. ഇതൊക്കെ കിട്ടുമെങ്കിലും ഇതെല്ലാം ഒന്നുമല്ല, ഇതിന് പകരം എനിക്കെന്താണ് അദ്ദേഹത്തിനോട് ഇത്ര ഇഷ്ടം. ജിസ് കാരൻ വഹ് മുझे अच्छा लगता वह यह था कि लगभग रोज़ ही वह मेरे लिए 1-2 ഗോലിയാ ബനാ ദേത്താ. എനിക്കിഷ്ടമെന്ന് പറഞ്ഞാൽ അദ്ദേഹം എനിക്ക് ദിവസം 1-2 ഗോലികൾ ഉണ്ടാക്കി തരും. അതാണ് എനിക്ക് അദ്ദേഹത്തിനോട് ഏറ്റവും അധികം ഇഷ്ടം. मैं बहुधा हर गर्मी की छुट्टी में अपने मामा के यहाँ चला जाता. ഞാൻ മിക്കപ്പോഴും
സമ്മർ വെക്കേഷന് എൻ്റെ അങ്കിളിൻ്റെ വീട്ടിൽ പോകാറുണ്ട്. ഏക് ആധ മഹീനെ വഹാ രഹ്കർ സ്കൂൾ ഖുൽനെ കെ സമയ തക് വാപ്പസ് ആ ജാത്ത. ഒരു 1.5 മാസം അവിടെ തങ്ങിയതിന് ശേഷമായിരിക്കും ഞാൻ തിരിച്ചു വരിക. परंतु 2-3 बार ही मैं अपने मामा के यहाँ गया होऊंगा. तभी मेरे पिता की एक दूर के शहर में बदली हो गई और एक लंबी अवधि तक मैं अपने मामा के गाँव न जा सका. പക്ഷേ എനിക്ക് 3-4 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, അച്ഛൻ്റെ സ്ഥലമാറ്റം കാരണം ഒരു നീണ്ട നാളത്തേക്ക് മാമൻ്റെ വീട്ടിൽ പോകാനായിട്ട് കഴിഞ്ഞില്ല. തബ് ലഗ്ഭഗ് 8-10 വർഷവും കെ ബാദ്, അങ്ങനെ ഒരു 8-10 വർഷം കഴിഞ്ഞാണ് പിന്നീട് എന്ത് ചെയ്തത്, എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞത്. തോ ഇത്തനാ ബഡാ ഹോ ചുക്കാ കി ലാക്ക് കി ഗോലിയാമേ മേരി രുചി നഹി രഹി. അപ്പോൾ 10 വർഷം കഴിയുമ്പോൾ എന്തായി, കുട്ടി വലുതായി. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഗോലികളോടുള്ള രുചി മീൻസ് ഇൻട്രസ്റ്റ് ഇല്ലാതായി. അതഹ ഗാവ് കെ ഹോത്തെ ഹുയെ ഫി കൈ ദിനോം തക് മുझे ബദലു കാ ധ്യാൻ ന ആയ. അതുകൊണ്ട് തന്നെ ഗ്രാമത്തിൽ വന്നപ്പോഴും എനിക്ക് ബദലുവിനെ കുറിച്ച് ഓർമ്മ വന്നില്ല. इसी बीच मैंने देखा कि गाँव के लगभग सभी स्त्रियों कांच की चूड़ियाँ पहने हैं. പക്ഷേ അവിടുത്തെ സ്ത്രീകളെല്ലാം എന്താണ്, കുപ്പിവളകൾ ധരിച്ചിരിക്കുന്നതായിട്ട് ലേഖകന് മനസ്സിലായി. വിരലേഹി ഹാത്തോമേ മേനെ ലാക്ക് കി ചൂടിയാ ദേക്കി. വിരളമായി മാത്രമേ ഞാൻ അരക്ക് കൊണ്ടുള്ള വള ധരിച്ചിരിക്കുന്ന സ്ത്രീകളെ കണ്ടുള്ളൂ. തബ ഏക് ദിൻ സഹസാ മുझे ബദലു കാ ധ്യാൻ ഹോ ആ ഗയാ. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ബദലുവിനെ കുറിച്ച് ഓർമ്മ വന്നത്. എപ്പോഴാണ്, ബാത്ത് എഹ് ഹുയി കി ബർസാത് മേരെ മാമാ കി ചോട്ടി लड़की आंगन में फिसल कर गिर पड़ी और उसके हाथ की कांच की चूड़ी टूटकर उसकी कलाई में घुस गई और उसने से खून बहने लगा. എൻ്റെ മാമൻ്റെ മകള് മഴയിൽ തെന്നി വീണ് എന്ത് ചെയ്തു, ഗ്ലാസ് കുപ്പിവള പൊട്ടി കൈത്തണ്ടയിൽ കയറി. അപ്പോൾ മേരെ മാമ ഉസ് സമയ ഘർ പർ ന ഥേ. അപ്പോൾ അങ്കിള് വീട്ടിലില്ലാതിരുന്നതുകൊണ്ട് മുझे ही उसकी മർഹം പട്ടി കർണി പടി. ഞാനാണ് അതിന് ബാൻഡേജ് ഒക്കെ വെച്ച് കൊടുത്തത്. തഫി സഹസ മുझे ബദലു കാ ധ്യാൻ ആയ. അപ്പോഴാണ് എനിക്ക് ബദലുവിനെ കുറിച്ച് ഓർമ്മ വന്നു. മേനെ സോച്ചാക്കി ഉസ്സേ മിൽ ആവൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ബദലുവിനെ കാണണമെന്ന്. അതഹ അതുകൊണ്ട് ഷാംകോ മേ ഘൂംതേ ഘൂംതേ ഉസ്കെ ഘർ ചലാകെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നടന്ന് ബദലുവിൻ്റെ വീട്ടിൽ പോയി. ബദലു വഹാൻ ചബൂത്തരെ പർ നീം കെ നീച്ചേക്ക് ഘാട്ട് പർ ലേട്ടാ ഥാ. അവിടെ ബദലു അവിടെ തറയിൽ എന്താണ് ഒരു നീം വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒരു കട്ടിലിൽ ഘാട്ട് പർ ലേട്ടാ കട്ടിലിൽ കിടക്കുകയായിരുന്നു. നമസ്തേ ബദലു കാക്ക മേനെ കഹ. അപ്പോൾ ലേഖകൻ നമസ്തേ പറഞ്ഞു. അപ്പോൾ തിരിച്ച് എന്ത് പറഞ്ഞു, നമസ്തേ ഭയ്യ. ഉസ്നെ മേരെ നമസ്തേക്ക് ഉത്തർ ദിയ ഓർ ഉട്ട്കർ ഘാട്ട് പർ ബൈഠ് ഗയ. എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റ് ഇരുന്നു. പരന്തു ഉസ്നെ മുझे പഹചാൻ നഹി ഓർ ദേർ തക് മേരി ഓർ നിഹാർത്തർ. പക്ഷേ അദ്ദേഹത്തിന് ലേഖകനെ മനസ്സിലായതുമില്ല. അദ്ദേഹം ഒരുപാട് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. മേഹു ജനാർദ്ദൻ. അപ്പോൾ അദ്ദേഹം പേര് പറഞ്ഞു, ഞാനാണ് കാക്ക, ജനാർദ്ദനാണ്. അപ്കെ പാസ് ഗോലിയാം ബൻവാക്കർ ലേ ജാത്ത. താങ്കളുടെ അടുത്തുനിന്ന് ഞാൻ ഗോലികൾ ഉണ്ടാക്കിക്കൊണ്ട് പോകുമായിരുന്നു. മേനെ അപ്ന പരിചയിക്കുക. ലേഖകൻ തന്നെ സ്വയം പരിചയപ്പെടുത്തി. ബദലു ഫിർഫി ചുപ്രഹ. എന്നിട്ടും ബദലു മിണ്ടാതിരുന്നു. മാനോ വഹ അപ്നെ സ്മൃതി പടൽ पर അതീത് കെ ചിത്ര ഉതാർ രഹേ ഹോ ഓർ തബ് വഹ ഏകദം ബോൽ പട. അപ്പോൾ ഇങ്ങനെ മിണ്ടാതിരുന്നപ്പോൾ തോന്നി എന്താണ്, അദ്ദേഹം ഇങ്ങനെ ഓർത്തെടുക്കുന്നതാണ് പഴയ കാര്യങ്ങൾ. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു, ഉടനെ എന്തു പറഞ്ഞു, ആവോ ആവോ ലല ബൈഠോ ബഹുത്തു ദിൻ ബാദ് ഗാവായി. വരും മോനെ വരും, ഒരുപാട് നാളായല്ലോ ഗ്രാമത്തിൽ വന്നിട്ട്. ഇധർ ആനാ നഹി ഹോ സക കാക്ക. അപ്പോൾ ഇവിടെ വരാൻ കഴിഞ്ഞില്ല. മേനെ ചാർപ്പായി പർ ബൈഠത്തെ ഹുയി ഉത്തർ. അപ്പോൾ ലേഖകൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞെന്താ, എനിക്കിവിടെ വരാനായിട്ട് കഴിഞ്ഞില്ല. കുച്ച് ദേർ ഫിർ ശാന്തി രഹി. കുറച്ച് നേരം പിന്നെയും മിണ്ടാതിരുന്നിട്ട് മേനെ ഇധർ ഉധർ ദൃഷ്ടി ഇതവിടെ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി. നാ തോ മുझे ഉസ്കി മച്ചിയാ ഹി നസറായി നാ ഹി ഭട്ടി. അപ്പോൾ അദ്ദേഹം കിടന്ന ആ മച്ചിയെയും കണ്ടില്ല, ചൂളയും കണ്ടില്ല അവിടെ പരിസരത്ത്. ആജ് കൽ കാം നഹി കർത്തേ കാക്ക മേനെ പൂച്ച. അപ്പം ഞാൻ ചോദിച്ചെന്താ, ഇപ്പം ജോലിയൊന്നും ചെയ്യുന്നില്ലേ? നഹീലല കാം തോ കൈ സാൽ സെ ബന്ദ് ഹേ. അപ്പോൾ ഇല്ല മോനെ, ഒരുപാട് നാളായി നിർത്തിയിട്ട്. മേരി ബനായി ഹുയി ചൂടിയാ കോയി പൂച്ചെ തബ് തോ
അപ്പോൾ ഞാനുണ്ടാക്കുന്ന വളകൾ ആരും ചോദിക്കാതെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് നിർത്തി. ഗാവ് ഗാവുമേ കാഞ്ച് കാ പ്രചാർ ഹോ ഗയാ ഹെ. ഗ്രാമങ്ങളിലെല്ലാം ഇപ്പോൾ കുപ്പിവളയുടെ ആണ് പ്രചാരത്തിലിരിക്കുന്നത്. അപ്പോൾ കുച്ച് ദേർ ചുപ് രഹാ ഫിർ ബോല മെഷീൻ യുഗ് ഹേനാലല്ല. എന്നിട്ട് കുറച്ച് നേരം മിണ്ടായിരുന്നിട്ട് പറഞ്ഞെന്താ, ഇപ്പം മെഷീൻ്റെ കാലമല്ലേ മോനെ, ആജ്കൽ സബ് കാ മെഷീൻ സേ ഹോത്താ ഹെ. ഇപ്പോൾ എല്ലാ ജോലിയും മെഷീനാണ് ചെയ്യുന്നത്. खेत भी मशीन से जोते हैं और फिर जो सुंदरता कांच की चूड़ियों में होती है लाख में कहाँ संभव है. ഇപ്പോൾ വയൽ വരെ ഉഴുവുന്നത് ആ മെഷീൻ കൊണ്ടാണ്. പിന്നെ ആ ഒരു സൗന്ദര്യം കുപ്പിവളയിലും കാണില്ലേ. അപ്പോൾ എവിടെയാണ് ഒലരക്ക് കൊണ്ടുള്ള ഈ വളകൾക്ക് എന്ന് ചോദിച്ചു. ലേക്കിൻ കാഞ്ച് ബഡാ ഖതർനാ ഹോത്താ ഹെ, ബെഡി ജൽദി ടൂട്ട് ജാത്താ ഹെ. അപ്പം ലേഖകൻ പറഞ്ഞെന്താ, ഈ കാഞ്ച് എന്ന് പറയുന്ന വളരെ അപകടം പിടിച്ചതാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞു. നാസുക് തോ ഫിർ ഹോത്താ ഹെ ലലാ കഹത്തെ കഹത്തെ ഉസെ ഖാസി ആ ഗയി ഓർ വഹ് ദേർ തക് കാസ്താ രഹാ. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് എന്താ, ഒരു ചുമ വന്നു. അപ്പോൾ കുറേ നേരം ഇരുന്ന് ചുമച്ചു. അപ്പോൾ മുझे लगा ഉസെ ദമാ ഹെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുമായിരിക്കും, അദ്ദേഹത്തിന് ആസ്മയായിരിക്കുമെന്ന്. അവസ്ഥ കെ സാത്ത് സാത്ത് ഉസ്കാ ശരീർ ഠൽ ചുക്കാ ഥാ. ഉസ്കെ ഹാത്തോം ബർമ ഓർ മാഥേ പർ നസേ മുഫറായി തി. അപ്പോൾ ഈ വയസ്സായതോടുകൂടി അദ്ദേഹത്തിൻ്റെ ശരീരമെല്ലാം ഇങ്ങനെ ഠൽ ചുക്ക എന്ന് വെച്ചാൽ എന്താ, ചുളുങ്ങി. കൈകളിലും നെറ്റിയിലുമെല്ലാം നസേ മുഫർ ജാത്തി. നസേ മുഫർനാന്ന് വെച്ചാൽ ഞരമ്പൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നു. ജാനെ കൈസെ ഉസ്നെ മേരി ശങ്ക ഫാംബ്ലി ഓർ ബോല. എൻ്റെ ഡൗട്ട്, എനിക്ക് ആസ്മയാണോ എന്ന് ഞാൻ വിചാരിച്ചത് അദ്ദേഹത്തിന് മനസ്സിലായതെന്ന് തോന്നി. അദ്ദേഹം പറഞ്ഞെന്താ, ദമാ നഹി ഹേ മുझे, എനിക്ക് ആസ്മയൊന്നുമില്ല. ഫസലി ഖാസി ഹെ, വെറും ചുമ മാത്രമേ ഉള്ളൂ. മഹീനെ 2 മഹീനെ സെ ആ രഹി, എനിക്ക് 1-2 മാസം കൂടുമ്പോൾ ഇങ്ങനെ വരും. 10-15 ദിൻ മേ ടീക് ഹോ ജായേ, ഒരു 10-15 ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറും എന്ന് പറഞ്ഞു. മെയിൻ ചുപ് രഹാ മുझे लगा उसका अंदर कोई बहुत बड़ी व्यथा छिपी है. അപ്പം ഞാനും മിണ്ടാതിരുന്നു. എനിക്ക് മനസ്സിലായി എന്താ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. मैं देर तक सोचता रहा कि इस मशीन युग ने कितने हाथ काट दिए हैं. ഞാനിങ്ങനെ ഒരുപാട് നേരം ചിന്തിച്ചു, ഈ മെഷീൻ യുഗം വന്നതോടുകൂടി എത്ര പേരുടെ തൊഴിലാണ് നഷ്ടപ്പെട്ടത്. കുച്ച് ദേർ ഫിർ ശാന്തി രഹി ജോ മുझे अच्छी नहीं लगी. പിന്നെയും കുറേ നേരം മിണ്ടാതിരുന്നപ്പോൾ എനിക്ക് തോന്നി അത് ശരിയല്ലാന്ന്. ആം കി ഫസൽ അബ് കൈസി ഹേ കാക്ക. അപ്പോൾ അത് കുച്ച് ദേർ പശ്ചാത്ത് മേനെ ബാത് കെ വിഷയ ബദൽത്തെ ഹുയെ പൂച്ച. അപ്പോൾ കാര്യമെല്ലാം വിഷയം മാറ്റിക്കൊണ്ട് ഞാൻ ചോദിച്ചെന്താ, ഇപ്പം മാമ്പഴത്തിൻ്റെയൊക്കെ വിളവൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അച്ഛി ഹേ ലല ബഹുത് അച്ഛി ഹേ ഉസ്നെ ലഹക്കർ ഉത്തർ ദിയ ഓർ അന്തർ അപ്നി ബേട്ടിക്കോ ആവാസ് ദി. അപ്പോൾ നല്ലതായിട്ടുണ്ട്, വളരെ നല്ല വിളവാണെന്ന് പറഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞിട്ട് അകത്തേക്ക് നോക്കി വിളിച്ചു. അരേ രജോ ലല കേളിയെ ആം ലേ ആ. എന്നിട്ടും രജോ എന്ന് പറഞ്ഞാൽ ആരാണ്, അദ്ദേഹത്തിൻ്റെ മകളെ വിളിച്ചിട്ട് പറഞ്ഞു ലലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ കൊണ്ടുവരണം. ഫിർ മേരി ഓർ മുഖാദി ഹോക്കർ പോലെ മാഫ് കർണ ലല തുമേ ആം ഖിലാന ഫൂൽ ഗെ. എന്നിട്ട് എന്നെ നോക്കി ലേഖകനെ നോക്കി പറഞ്ഞെന്താ, എന്നോട് ക്ഷമിക്കണം, ഞാൻ മോനിത് തരാനായിട്ട് മറന്നുപോയി. നഹി ഗാക്ക ആം തോ ഇസ് സാൽ ബഹുത്ത് ഖായേ ഹെ. അപ്പോൾ എന്താ, കുഴപ്പമൊന്നുമില്ല, മാമ്പഴമൊക്കെ ഈ വർഷം ഒരുപാട് കഴിച്ചതാണെന്ന് ഞാൻ മറുപടി പറഞ്ഞു. വാ വിന ആം ഖിലായി കൈസേ ജാനേ തുങ്കു. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ, കൊള്ളാം, മാങ്ങ കഴിക്കാതെ ഞാൻ എങ്ങനെ ഇവിടുന്ന് തിരിച്ചു വിടും. मैं चुप हो गया, मुझे वे दिन याद आए जब वो मेरे लिए मलाई बचा कर देता था. ഞാനിങ്ങനെ മിണ്ടാതിരുന്നു. എന്നിട്ട് ഓർത്തു, അന്ന് എനിക്ക് ആ പാലിൻ്റെ ഒക്കെ തരുന്ന കാര്യം ഞാൻ ഓർത്തു. ഗായിത്തു അച്ചി ഹേൻ നാ കാക്ക. പിന്നെ ചോദിച്ചെന്താണ്, പശുക്കളൊക്കെ നന്നായിട്ടൊക്കെ ഉണ്ടോ? അപ്പോൾ ഗായ് കഹാ ഹെ, പശുവൊക്കെ എവിടെയല്ല. 2 സാൽ ഹുയെ ബേച്ച്തി, 2 വർഷമായി വിറ്റിട്ട്. കഹാ സെ ഖിലാത്ത, എങ്ങനെ നോക്കാനാണ് അതിനെ. അപ്പോൾ
ഇത്തിനെ മേ രജ്ജോസ് കി ബേട്ടി അന്തർ സേ ഏക് ഡലിയ മേ ഢേർ സേ ആം ലേ ആയി. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മകള് ഡലിയ മേ, ഡലിയ മീൻസ് എന്താണ്, ചെറിയ കുട്ടയ്ക്കാണ്, കുട്ട നിറയെ ഒരുപാട് മാമ്പഴവുമായി വന്നു. യഹ് തോ ബഹുത്ത് ഹേ കാക്ക ഇത്തനെ കഹാ ഖാ പാവുക. അപ്പോൾ ലേഖകൻ പറഞ്ഞെന്താ, അത് ഒരുപാടുണ്ടല്ലോ, ഇങ്ങനെ കഴിക്കൂ ഇത്രയും. വാ വാ വഹു ഹസ് പടാ ഷഹരി ടഹരന മേ തുമാരി ഉമർ കാ ധാ തോ ഉസ്കെ ചൗഗിനെ ആം ഏക് ബക്കത്ത് മേ ഖാ ജാത്ത. ഓ, പട്ടണത്തിലല്ലേ ജീവിക്കുന്നത്, ഞാൻ നിങ്ങളുടെ പ്രായത്തിൽ ആയിരുന്നപ്പോൾ ഒരു ബക്കറ്റ്, ഇതിൻ്റെ 4 ഇരട്ടി കഴിക്കുമായിരുന്നു മാമ്പഴം. ഏക് ബക്കത്ത് മേ ഖാ ജാത്ത, ഒരു ബക്കറ്റ് നിറയെ കഴിക്കുമായിരുന്നു. ലോഗോം കി ബാത്ത് ഓർ ഹേ മേനെ ഉത്തർ ദിയ. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ, നിങ്ങളെ കാര്യം അതൊരു വേറെയല്ലേ. അച്ഛാ ബേട്ടെ ലലാക്കോ 4-5 ആം ചാണ്ട് കർ ദോ സിന്ദൂരി വാലെ ദേനാ ദേഖോ ലല കൈസേ ഹേ. അപ്പോൾ മകളോട് പറഞ്ഞെന്താണെന്നാ, ഒരു 3-4 എണ്ണം എടുത്ത് കൊടുക്കാൻ. സിന്ദൂരി വാല എന്ന് പറയുന്ന ഐറ്റമാണ്. മോനെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. ഇസ്സി സാലെഹ് പേട് തയ്യാർ ഹുവാ ഹൈ, ഈ വർഷമാണ് ഇത് പിടിച്ചതെന്ന് പറഞ്ഞു. ഇപ്പോൾ രജ്ജോനെ 4-5 ആം അഞ്ജുലിമേ ലേക്കർ മേരി ഓർ ബെഡ് ദി. അങ്ങനെ രജ്ജോ എന്ത് ചെയ്തു, ഒരു 4-5 എണ്ണം എടുത്ത് എൻ്റെ കയ്യിലേക്ക് നീട്ടി. ആം ലേനെ കേലേ മേനെ ഹാത്ത് ബെഡായോ തോ മേരെ നിഗാഹ് ഏക് ക്ഷൺ കേലി ഉസ്കെ ഹാത്തോം പർ ടിടക് ഗയി. അപ്പം മാമ്പഴം വാങ്ങിക്കാനായിട്ട് കൈ നീട്ടിയപ്പോൾ ഒരു നിമിഷം എൻ്റെ നോട്ടം അവളുടെ കൈകളിലേക്ക് ആയി. അപ്പം ഗോരി ഗോരി കലായും ബലാഖ് കി ചൂടിയാൻ ബഹുത്ത് ഹി ഫബ്രഹീദി. അപ്പം വെളുത്ത കൈകളിൽ അരക്ക് കൊണ്ടുള്ള വളകൾ വളരെ നന്നായിട്ട് തോന്നി. ബദലുവിനെ മേരി ദൃഷ്ടി ദേഖ്ലി ഓർ ബോൽ പടാ. അപ്പം ഞാൻ ആ കൈകളിൽ നോക്കുന്ന കണ്ടുകൊണ്ട് ബദലു പറഞ്ഞെന്താണ്, യഹി ആഖിരി ജോഡ ബനായാദാ സെമീന്ദാർ സാഹബ് കി ബേട്ടി കെ വിവാഹ് പർ. ഇത് അവസാനമായി ഉണ്ടാക്കിയ ജോഡിയാണ്, സെമീന്ദാറിൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ദസ് ആനെ പൈസേ മുജ്കോ ദേ രഹേ ധേ മേനെ ജോഡ നഹീ ദിയ കഹാ ഷഹർ സേ ലേവോ. അപ്പോൾ 10 എനിക്ക് തന്നു, പക്ഷെ ഞാൻ പറഞ്ഞു എന്താ ഇത് തരുന്നില്ല, പട്ടണത്തിൽ നിന്ന് വാങ്ങിക്കൊള്ളാനായിട്ട്. മേനെ ആം ലേലിയെ ഓർ ഖാക്കർ थोड़ी देर पश्चात चला आया. मुझे प्रसन्नता की बदलू ने हार कर हार नहीं मानी दी. ഞാൻ മാമ്പഴവും വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞ് അവിടെ നിന്ന് പോയി. മുച്ചെ പ്രസന്നത ഹുയി, എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്താണ്, ബദലൂനെ ഹാർക്കർ ഫി ഹാർ നഹി മാനി, പരാജിതനായിട്ടും പരാജയം സമ്മതിക്കാൻ ബദലു തയ്യാറായിട്ടില്ല. ഉസ്ക വ്യക്തിത്വ കാഞ്ച് കി ചൂടിയാൻ ജയ്സാന ഥാ കി ആസാനി സേ ടൂട്ട് ജായ്. എനിക്ക് തോന്നിയത് എന്താണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഗ്ലാസ് പോലെയല്ല, എന്താണ്, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന. ആസാനി സേ ടൂട്ട് ജായ് എന്ന് വെച്ചാൽ എന്താ, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന കുപ്പി വള പോലെയല്ല, അല്ലെങ്കിൽ ഗ്ലാസ് പോലെയല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇപ്പോൾ പണിയില്ല എങ്കിൽ പോലും, അവസരങ്ങളില്ല എങ്കിൽ പോലും അദ്ദേഹം പരാജയം സമ്മതിക്കാനായിട്ട് തയ്യാറായിട്ടില്ല. അതാണ് ലേഖകന് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഇതാണ് ലാഖ് കി ചൂടിയാം. ഒരുപാട് തവണ വായിച്ചു നോക്കുക. കഠിനമായ പദങ്ങൾക്ക് വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിലാക്കുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി.